അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഹിൽസ്ബറോയിൽ ആ ഭാഗത്തും പോർട്ട്ലാൻഡിലുമൊക്കെ ഉള്ള ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്, അതായത് കാണാൻ കൊള്ളാവുന്ന കാലം എന്ന് പറയുന്നത് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ്. അപ്പോൾ ഒരു ട്രാൻസിഷൻ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. അതായത് സമ്മറിൽ നിന്ന് ഓട്ടമിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ, അതിൽ നിന്ന് ഓട്ടമിലേക്ക് പിന്നെ നിന്ന് വിൻ്ററിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഇതാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ഈ സമയത്ത് ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, റോഡരികിൽ നിൽക്കുന്ന മരങ്ങളും അല്ലാതെ മറ്റു മരങ്ങളും എല്ലാം മിക്കവാറും അതിൻ്റെ ഈ ഇലകളൊക്കെ ഇപ്പം അങ്ങ് മഞ്ഞയാകും. ഏതാണ്ട് ഇപ്പം മഞ്ഞയായി തുടങ്ങി, മിക്കവാറും ഒക്കെ ഏതാണ്ട് ഇപ്പം മഞ്ഞയാണ്. അതായത് ഈ കൊന്നപ്പൂ, നമ്മൾ കൊന്ന പൂത്ത് നിൽക്കത്തില്ലേ, അതേപോലെ നമുക്ക് തോന്നും ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അത് പൂവല്ല, ഈ ഇലകളെല്ലാം ഈ കാലത്ത് മഞ്ഞ നിറത്തിലേക്ക് ആദ്യം മാറും. ഈ മഞ്ഞ കഴിഞ്ഞിട്ട് ഇനി ഒരു 2 ആഴ്ച, ഒരു 3 ആഴ്ച, ഇപ്പോൾ ഏതാണ്ട് മഞ്ഞയായി കഴിഞ്ഞു. കുറേ ഇലകൾ ചുവപ്പുമായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതങ്ങ് ചുമക്കും. പിന്നെ ഏതാണ്ട് ഒക്ടോബറിൽ അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്ക്, നവംബർ മാസമൊക്കെ ആകുമ്പോൾ ഈ ഇലകളെല്ലാം അങ്ങ് കൊഴിയും. കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പുകൾ മാത്രമാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഉണങ്ങി നിൽക്കുകയെന്ന്. അങ്ങനെയല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തളിരുകൾ വന്നു തുടങ്ങും. അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ പീരീഡ്. പക്ഷേ നമുക്ക് ഇത്രയും നാൾ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. വേറെ ഒരുപാട് പണിയുള്ളതുകൊണ്ട് ഇതും കണ്ടുകൊണ്ട് നിൽക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഈ കാഴ്ച വിട്ടു പോകാൻ തോന്നത്തില്ല. അതുപോലുള്ള കാഴ്ചയാണ്. അപ്പോൾ റോഡിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ, നടക്കാൻ പോകുമ്പോഴും ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലൊക്കെ മിക്കതും ഇല മഞ്ഞയായി തുടങ്ങി. മഞ്ഞയായി, ചിലതിൻ്റെത് പൂർണ്ണമായിട്ട് മഞ്ഞയായിട്ട് അവസാനം അത് ചുവപ്പിലേക്ക് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാൻ വളരെ രസമാണ്. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കാറിൽ ബീവർട്ടൺ എന്ന് പറയുന്ന ആ ടൗണിലേക്ക് പോയി. അവിടെ ഒക്കെ ഓരോ കടകളിലൊക്കെ പോന്നതാണ് കേട്ടോ, ഓരോ കാര്യങ്ങൾ കാണാനും ഒക്കെ. അപ്പോൾ എനിക്ക് ഈ മോന് പറഞ്ഞെന്ന ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അത് അമേരിക്കയിലായതുകൊണ്ട് അത് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല, പറയണം. ഇവിടെയും പാവപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. അത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മോൻ പറഞ്ഞിങ്ങനെ ഇവിടെ പല ആളുകളും ഈ ട്രാൻസ്ഫറും ഒക്കെ വരുമ്പോൾ അവരുടെ ഉപയോഗിച്ച സാധനങ്ങൾ ഇത് വിൽക്കാനായിട്ട് കടയിൽ വെക്കും. അതേപോലെ കടയിൽ കൊണ്ടു കൊടുക്കും. അത് അവർ ഈ കടകളിൽ അത് വിലയിട്ട് അവരെടുക്കും. എന്നിട്ട് അവർ അത് മറിച്ച ആളുകൾക്ക് വിൽക്കും. കുറേ ലാഭം അതിൽ നിന്ന് എടുത്തുകൊണ്ട്. പിന്നെ ഈ പല സാധനങ്ങളും അങ്ങനെ ഉള്ളിടത്ത് ഇവർക്കൊക്കെ ഈ സമ്മാനമൊക്കെ കിട്ടും. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കാത്ത നമ്മൾ എത്രയോ സാധനം പുതിയതിരിപ്പുണ്ട്. നമ്മളൊരു ഉപയോഗം അതിൽ നിന്ന് ചെയ്യുകയല്ല, നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല. പക്ഷെ നമ്മൾ ആർക്കും കൊടുക്കത്തുമില്ല. പുതിയ സാധനങ്ങളാണ്, അത് അവിടെ കൊണ്ടുവെക്കും. അത് അവർ ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ഈ പഴയ സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാറുണ്ട്, എല്ലാ സാധനങ്ങളും. അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു ശൃംഖല തന്നെ ഉണ്ട് ഇവിടെ, ഗുഡ് വിൽ. അപ്പോൾ ആ ഗുഡ് വിൽ സ്റ്റോറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി, ഒരെണ്ണത്തിലേക്ക് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അതിനകത്ത് വലിയൊരു ഷോപ്പാണ്. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് തുണികൾ, അതായത് ജീൻസൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ചത് വാഷ് ചെയ്തിട്ടിട്ടുണ്ട്, അത് ഇരിപ്പുണ്ട്. അത് ഒരുപാട് പേര് കേട്ടോ വന്ന് വാങ്ങുന്നത് ഞാൻ കണ്ടു. അതിൽ എനിക്കൊരു മനസ്സിൽ വല്ലാതെ ബാധിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു, ഒരാൾ ഇച്ചിരി വലിയൊരു ഒരു 10-40 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അയാൾ അവിടെ വന്നിട്ട് ഈ ജീൻസിൽ വളരെ കുറഞ്ഞത് നോക്കിയാണ് എടുത്തേക്കുന്നത്, കാരണം ഒത്തിരി പഴക്കമുണ്ടത്. അതെടുത്ത് ഈ വണ്ടിയിൽ, ഈ തള്ളുന്ന വണ്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം അയാൾ എന്നിട്ട് പോയിരുന്നിട്ടുണ്ടല്ലോ, ഈ ഷൂസ് പഴയത് ഇരിക്കുന്നത് പതുക്കെ അതെടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ പരിശോധിക്കുന്നു, വാങ്ങാനാണ്. അത് കണ്ടപ്പോൾ ഒരു മനപ്രയാസം വന്നു കേട്ടോ. പിന്നെ ഒരുപാട് പുതിയ സാധനങ്ങൾ ആ കടയിലുണ്ട്. അപ്പോൾ പിന്നെ അത് കൂടുതൽ കാണാൻ ഞാൻ നിന്നില്ല. കാരണം അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പം മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പല ആളുകൾക്കും ഒരു വലിയ ആശ്വാസമാണ്. ഉദാഹരണമായിട്ടിപ്പോൾ ഈ ചിലർ ഇങ്ങോട്ട് വരുന്നു, പുതിയതായിട്ട് വരുന്നു. അവർക്ക് നോക്കുമ്പോൾ ഈ വീട്ടിലേക്ക് അവർക്ക് ഒരു 2 മാസത്തെ കാര്യത്തിനായിട്ട് ഇവിടെ വരുന്നവരാണ്. അവർക്ക് ഈ ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുണ്ട്, അതായത് താമസിക്കുകയൊക്കെ വേണം. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള യൂട്ടൻസിൽസ് ഒക്കെ, പഴയ പാത്രങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അത് പുതിയത് വാങ്ങിയിട്ട് അവർ കളഞ്ഞിട്ട് പോകുന്നതിലും നല്ലത് അവർ ഇതേപോലെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നതാണ്. പാത്രം എടുത്ത് കഴുകിയെടുത്താൽ പോരെ. കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ,
അതേപോലെ പ്ലേറ്റുകളൊക്കെ പുതിയത് ഞാൻ അവിടെ കണ്ടു കേട്ടോ. കാരണം അത് വീട്ടിൽ ആവശ്യമില്ലാതെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ട് വെച്ചേക്കുന്നതാണ്. പക്ഷേ ആ പുതിയതിന് വിലയുമുണ്ട്, ഏതാണ്ട് പുതിയതിൻ്റെ അടുത്ത വിലയുണ്ട്. പക്ഷെ പഴയ സാധനങ്ങൾ വളരെ വിലക്കുറവുമാണ്. ആ രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ നമുക്ക് കാണാൻ കിട്ടും. പിന്നെ അതിൻ്റെ ഒരു വെളിയിലൊരു കൗണ്ടറുണ്ട്, ഡൊണേറ്റ് ചെയ്യാനുള്ള സ്ഥലം. അവിടെ കുറേ ആളുകൾ കൊണ്ടുവന്ന് ഓരോ സാധനം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ചാരിറ്റി പോലാണ്. അപ്പോൾ ഇത് പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. കാരണം അവർക്ക് പുതിയ സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ എല്ലാ സാധനത്തിനും വില കൂടുതൽ കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അമേരിക്കയിലെ ഡോളർ നമ്മുടെ നാട്ടിലെ പണവുമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സാധനവും നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ പിന്നെ ഇതേപോലെ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വളരെ സൗകര്യമായിട്ടുള്ള ഡോളർ ഷോപ്സ് എന്ന് പറയുന്ന കടകളുണ്ട്. അതായത് $1, $2, $3, ആ $3 വരെയൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചേക്കുന്ന കടകളുണ്ട്. വലിയ ഷോപ്പുകളാണ്. അതിൽ നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് വളരെ ഇഷ്ടമുള്ളത് അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് സാധനം കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു സ്പൂൺ $1 അല്ലെ $1.99 എന്ന് എഴുതി വെച്ചെന്നിരിക്കട്ടെ, $2. അപ്പം നമ്മൾ അതിൻ്റെ വില നോക്കുമ്പോൾ നമുക്ക് അമേരിക്കയിലാണെങ്കിൽ നമ്മളത് ഇങ്ങ് വാങ്ങും. പക്ഷേ നമ്മൾ നാട്ടിലെ വില തട്ടി നോക്കിയാലോ അത് എത്ര വരും? അതായത് ഇപ്പോൾ ഏതാണ്ട് 180 രൂപ വരും. ആർക്കെങ്കിലും 180 രൂപയ്ക്ക് ഒരു സ്പൂൺ വാങ്ങാൻ തോന്നുമോ? നമ്മുടെ അവിടെ നാട്ടിൽ ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഞാൻ അതിന് രൂപയെന്നേ പറയത്തുള്ളൂ. അവിടുത്തെ നാണയം ഇപ്പം ദുബായി പോന്നു, അവിടെ ദിറമാണ്. ദിറമിനെന്ന് പറഞ്ഞാൽ ഒരു ദിറം എന്ന് പറഞ്ഞാൽ 23 രൂപ വിലയുണ്ട് നമ്മുടെ. പക്ഷേ നമ്മളവിടെ ഒരു ദിറം അല്ലെ 2 ദിറം എന്ന് പറഞ്ഞാൽ 2 രൂപ എന്നുള്ളൊരു കണക്കെടുക്കണം. അതുപോലെ $2 നമ്മൾ 2 രൂപ എന്ന് നമ്മൾ കണക്കാക്കിയാലേ നമുക്ക് വാങ്ങാൻ പറ്റൂ. ഇല്ലേ ഒരു സാധനവും പർച്ചേസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എല്ലാം കിട്ടുന്നത്. അത് കാണാൻ പറ്റിയ അത് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കാണാൻ പറ്റിയ കടകളിൽ ഒരുപാട് കടകളിലൊക്കെ കയറി ഇറങ്ങി കിട്ടും. കിലോമീറ്ററുകളങ്ങ് നടക്കും ഈ കടകളിലൊക്കെ കയറി. വലിയ ഷോപ്പിംഗ് മാളുകൾ, അതേപോലെ തന്നെ വളരെ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ A to Z ഉള്ള സാധനങ്ങൾ കിട്ടും ഈ ഷോപ്പുകളിലെല്ലാം. അതുപോലെ ഫിഷ് നമുക്ക് മിക്കവാറുമൊക്കെ എല്ലാ തരം ഫിഷും, കിങ് ഫിഷ് ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ പിന്നെ മാംസമാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുക. ഫ്രോസൺ ഉണ്ട്, അല്ലാത്തതുണ്ട്. ആ രീതിയിൽ ഉള്ളതെല്ലാം. ചിക്കൻ്റെയൊക്കെ ഈ ഡ്രം സ്റ്റിക്ക് കാലിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വിലക്കുറവാട്ടോ. അത് ഞാൻ കണ്ടു. അതൊക്കെ വലിയ കാര്യമില്ല. അതുപോലെ ചിക്കൻ ബ്രസ്റ്റ് അതൊക്കെ ഒരു നോർമൽ റേറ്റിൽ നമുക്ക് കിട്ടും. ആ രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റി. ഈ പോയ വഴിക്ക് 2 സൈഡിലും മരങ്ങൾ നിൽപ്പുണ്ട്. ഇങ്ങനെ കാറ് പോവുകയാണ്. അപ്പോൾ അതിൽ പലതിലും മഞ്ഞ, ചുമപ്പ് ആ രീതിയിലുള്ള കളറും നമുക്ക് കാണാൻ പറ്റുന്നു. വളരെ നല്ല ഒരു അവസ്ഥയാണ് നമുക്ക് ആ കാണുന്നത്. കാരണം അത് ഈ പൂത്ത പൂക്കൾ നിൽക്കുന്നത് മാതിരി നമുക്ക് തോന്നും. പക്ഷെ പൂക്കളല്ല, മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുന്നതായിട്ടേ തോന്നുള്ളൂ. പിന്നെ പൂക്കൾ കാണാൻ ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അതാണ്. നമ്മൾ ഈ റോഡിലൊക്കെ ഉണ്ടല്ലോ, വളരെ നല്ലതായിട്ട് ഓരോ ഭാഗത്തും ഓരോ ജംഗ്ഷനിലുമൊക്കെ അലങ്കരിച്ച് അതിനകത്ത് പൂക്കളൊക്കെ നല്ല ഒന്നാന്തരം പൂക്കളാണ്. അതിൻ്റെ കളർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉള്ള കാഴ്ചകൾ കാണാനിടയായി.